ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമാകട്ടെ. പ്രാർത്ഥന ഏറ്റവും കൂടുതൽ അനിവാര്യമായ കാലമാണത്. അതെ, ലോകം മുഴുവനും പ്രശ്നങ്ങളാണ്. സഭയ്ക്കെതിരെ പോലും അനർത്ഥങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. അനീതിയും അക്രമണവും ആ ചുറ്റും. തീർച്ചയായിട്ടും പ്രാർത്ഥന അനിവാര്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. യേശുനാഥൻ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഭാവിയെക്കുറിച്ച് എന്തെന്നറിയാത്ത ആകാംക്ഷയോടെ ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയോടുകൂടി കൂടി നിൽക്കുന്നു. ഒരു പ്രാർത്ഥന കൂട്ടായ്മ. ലോകത്തെ നവീകരിക്കുവാനായിട്ട് ദൈവം ആദ്യം ഒരുക്കിയത് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെയാണ്. ആത്മാവ് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇറങ്ങി വന്നു. പിന്നെ ആ ദുർബലരായ ശിഷ്യരിലൂടെ ലോക നവീകരണം തന്നെ സംഭവിച്ചു. ഇതാണ് സത്യം. പ്രസംഗമോ അത്ഭുതമോ ഒന്നുമല്ല. ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെ ശക്തിയിലൂടെയാണ് തിരുസഭ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തിയത്. ഈ ശാലോം കുടുംബത്തെ ഒന്ന് ഓർക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ബെന്നി സാറിൻ്റെ ആ സഹൃദ വലയത്തിലുള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്ന് ജനിച്ചതല്ലേ ലോകത്തിൻ്റെ അതിർത്തിയോളം വ്യാപിപ്പിക്കുന്ന ഈ വചന പ്രഘോഷണ മാധ്യമം. സത്യമാണ്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ആദ്യം ഒരുമിച്ച് കൂട്ടുന്നത് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെയാണ്. ഇന്ന് ലോകത്തിന് വേണ്ടതും പ്രാർത്ഥിക്കുന്നവരെയാണ്. ചിലപ്പോഴൊക്കെ ഒരു കുറ്റബോധമൊക്കെ വരാറുണ്ട്. 35 വയസ്സ് കഴിഞ്ഞു. ചെറുപ്പത്തിൽ ഒരുപാട് പ്രാർത്ഥനാ ചൈതന്യമുണ്ടായിരുന്നു. ചില പ്രാർത്ഥന സമയങ്ങളിൽ ദൈവത്തിൻ്റെ നിറവൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കുടുംബ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ നിന്നൊക്കെയാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഒരുപാട് തിരക്കുകളാണ്. പ്രസംഗത്തിന് വേണ്ടി, സെമിനാറുകൾക്ക് വേണ്ടി, ധ്യാനത്തിന് വേണ്ടിയൊക്കെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള സമയം കുറഞ്ഞു വരുന്നു. തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷിത മേഖലയെ പ്രാർത്ഥനയുടെ ഇല്ലായ്മ ബാധിക്കുന്നുണ്ട്. രാവും പകലും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണമെന്ന വചനം കേൾക്കുമ്പോൾ രാവും പകലും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണല്ലോ എന്നൊരു കുറ്റബോധം. പക്ഷെ ആശ്വസിക്കുന്നത് എല്ലാവർക്കും പ്രാർത്ഥനയുടെ കൃപ കിട്ടാറില്ല എന്ന്. ദൈവം ഓരോ പേർക്ക് പല പല വരങ്ങളാണ് കൊടുക്കുന്നത്. ചിലർക്ക് പ്രസംഗിക്കാൻ, ചിലർക്ക് എഴുതാൻ, ചിലർക്ക് ചിത്രം വരയ്ക്കാൻ, ചിലർക്ക് പ്രാർത്ഥിക്കാനാണ്. മണിക്കൂറുകളോളം ദൈവസന്നിധിയിൽ സ്വയം മറന്നിരിക്കുന്ന ചിലരെ കണ്ട് ഞാൻ അസൂയപ്പെട്ടിട്ടുണ്ട്. ദൈവം കൊടുത്ത വരമാണത്. 11 വൈദികരുള്ളൊരു ആശ്രമത്തിലാണ് ഞാൻ. 86 വയസ്സുള്ള മാനുവൽ എന്നൊരച്ഛനുണ്ട്. നടക്കാൻ വളരെ ക്ലേശിച്ച് വാർദ്ധക്യത്തിൻ്റെ സഹജമായ പ്രശ്നങ്ങളുള്ളൊരു വൈദികന. എന്നിട്ടും ഏറ്റവും ആദ്യം പ്രാർത്ഥനാലയത്തിൽ വരും, ഏറ്റവും അവസാനം പോകും. തീഷ്ണതയാ പ്രാർത്ഥിക്കാൻ. എന്തുകൊണ്ടോ ആ കൃപ അല്പം കുറവാണ് എനിക്ക്. എങ്കിലും പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എനിക്കറിയാം. അനുദിന ജീവിതത്തിന് അതിൻ്റെ അത്യാവശ്യവും അറിയാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ലോകം സഭയ്ക്കെതിരായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുക. നന്മകളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും തിന്മകൾ അതിൻ്റെ ശക്തിയോടെ ആഞ്ഞടിക്കുമെന്നതിൻ്റെ തെളിവുകൾ ഒരുപാടില്ലേ. എത്രയെത്ര മതമർദ്ദനങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിമ ക്രൈസ്തവർ നേരിട്ട അതേ ദുരന്തങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. 1995 ഏകദേശം 1.5 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടപ്പോൾ ഉള്ളിൽ എന്തെന്നില്ലാത്ത അസ്വസ്ഥത. ആദിമ ക്രൈസ്തവർ നേരിട്ടതിനെ പോലെ തന്നെ ഭയാനകമായ പ്രശ്നങ്ങളല്ല ചുറ്റും. നമുക്ക് വാളെടുത്ത് പൊരുടാനാകില്ല. അതൊന്നുമല്ല ക്രിസ്തവ ജീവിതത്തിൻ്റെ ആത്മീയത. നമുക്കൊരായുധമേ ഉള്ളൂ, പ്രാർത്ഥന, കൂട്ടായ പ്രാർത്ഥന. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ
പത്രോസും യോഹന്നാനും ഒരു മുടന്തനായ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ. സൗഖ്യപ്പെട്ട ഉടനെ അവൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കേട്ട് ധനം തടിച്ചുകൂടിയപ്പോഴാണ് ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പ്രസംഗിക്കാൻ ആരംഭിച്ചത്. പിന്നെന്താ സംഭവിച്ചു? നന്മയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഏകത പ്രമാണികൾ അവനെ പിടിച്ച് തടവറയിലിട്ടു. എന്നിട്ട് പറഞ്ഞു നിശബ്ദനാകാൻ. പത്രോസ് പറഞ്ഞത് എന്താ? ഞാൻ കണ്ടതും കേട്ടതിനെക്കുറിച്ച് എങ്ങനെ നിശബ്ദനാകാൻ പറ്റും? എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തമാണ്. ലോകം സഭയോട് നിശബ്ദനാകാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. പരീക്ഷയിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി യേശുവെന്ന് എഴുതുന്ന ടീച്ചർ പറഞ്ഞാൽ എന്ത് ചെയ്യും? പള്ളിയിൽ എന്നും പോയാൽ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് യജമാനൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതെ, ലോകം പലപ്പോഴും നിശബ്ദരാകാൻ നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് പ്രതിരോധിക്കാനാകില്ല, യുദ്ധം ചെയ്യാനാകില്ല. ആദിമ ക്രൈസ്തവർ ചെയ്തതെന്താ? തീഷ്ണതയോടെ അവർ പ്രാർത്ഥിച്ചു, കൂട്ടായ്മയിൽ. അപ്പോൾ അവർക്കൊരു ബലം കിട്ടി, കൂടുതൽ തീവ്രമായിട്ട് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ. അതെ, ഒരു ആത്മീയ യുദ്ധം ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്കുള്ള കരുത്ത് പ്രാർത്ഥനയാണ്. നിശബ്ദമായി കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ കൃപ കരുത്ത് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലം തന്നെയാണ്. പലരും വിചാരിക്കാറുണ്ട് പ്രവർത്തനമാണ് ഇമ്പോർട്ടൻ്റ്. അല്ല, പ്രാർത്ഥന തന്നെയാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനാകണം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ സന്നിധി അല്പസമയം ഇരിക്കാനും കൂടിയ. ഓർമ്മയില്ലേ മാർത്തായുടെയും മേരിയുടെയും ജീവിതം? യേശു ലാസറിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ മാർത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യേശുവിനുള്ള സ്നേഹത്തെ പ്രതി തന്നെയാണ് വീട്ടുകാര്യങ്ങൾ. മേരി ആകട്ടെ അവൻ്റെ പാദാന്തികത്തിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ വാക്ക് ശ്രവിച്ചു കൊണ്ടിരുന്നു. മാർത്ത പരാതിപ്പെട്ടപ്പോൾ യേശു പറഞ്ഞത് എന്താ? കൂടുതൽ നല്ലത് തിരഞ്ഞെടുത്തത് മേരിയാണെന്ന്. ദൈവത്തിൻ്റെ കണ്ണുകൾ കൂടുതൽ നല്ലത് പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥനയൊന്നും ഉണ്ടാകേണ്ടത് ആ പ്രവർത്തനം. നമ്മളെപ്പോഴും മദർ തെരേസ ഓർക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളുടെ മേഖലയിലാണ്. രാവും പകലും കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന മുറിവേറ്റ മനുഷ്യർക്ക് വേണ്ടി അമ്മ സ്വന്തം ജീവിതം മാറ്റിവെച്ചു. എന്നാൽ ആ പ്രവർത്തനത്തിന് മുമ്പ് 1 മണിക്കൂർ ദൈവികാര നടിയിൽ അമ്മ ആരാധന നടത്തി. ആരാധനയുടെ കരുത്തിൽ അമ്മയുടെ പ്രവർത്തനം എത്രയ്ക്ക് ഫലമായിട്ട് മാറിയത്. ഫുൾഡൻജേഷൻ അദ്ദേഹത്തിന് ആത്മകഥയിൽ പറയുന്നത് എല്ലാ ദിവസവും 1 മണിക്കൂർ ദിവ്യകാരം നടയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷം ഇത്രയ്ക്ക് ഫലപൂർണ്ണമാകാൻ കാരണം ഈ അനുദിന 1 മണിക്കൂർ ധ്യാനം. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ വചനപ്രഘോഷണത്തെ കൂടുതൽ ശക്തമാക്കണമെങ്കിൽ പ്രാർത്ഥന ഊർജം വേണം. യേശു തന്നെ പറഞ്ഞില്ലേ ഗെത്സമനിയിൽ സ്വന്തം ശിഷ്യന്മാരോട്, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്നെന്ന് പ്രാർത്ഥിച്ചുകൂടെയെന്ന്. ശിഷ്യരോടല്ല, മാനവരാശിയോടാണ് യേശു പറഞ്ഞത്. അനുദിനം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രലോഭനങ്ങളും കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും വരും. പക്ഷേ അതിനതിജീവിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റും. ഒരു ദിവസം ദൈവം 24 മണിക്കൂർ തരുമ്പോൾ 1 മണിക്കൂറെങ്കിലും അവൻ്റെ സന്നിധി നാം കൊടുക്കേണ്ടേ? ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാൻ വിഷമിക്കുമ്പോൾ നമ്മൾ ആദ്യം ആശ്രയിക്കേണ്ടത് നമ്മുടെ ബുദ്ധിയെയല്ല, ദൈവത്തിനെയാണ്. അവൻ്റെ സന്ധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ നിയോഗം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഏതു സംരംഭവും 100 മടങ്ങ് വിജയമാകും. ഓർക്കുന്നത് പാഠപുസ്തകം 32-ാം അധ്യായമാണ്. മോശയുടെ ജീവിതത്തെ ഏറ്റവും കലുഷിതമായ തീരുമാനമെടുക്കേണ്ട ഒരു അവസ്ഥ അവിടെയുണ്ട്. കാരണം ദൈവം ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ മറന്ന് സ്വർണ്ണക്കാളക്കുട്ടിയെ ആരാധിക്കാൻ ആരംഭിച്ചു. അത് കണ്ട് ദൈവമാകട്ടെ മരുഭൂമിയിൽ വെച്ച് അവനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ഓർക്കുക, ഇവർക്ക് 2 പേർക്കും മധ്യ നിൽക്കുക മോശ എന്ന നേതാവ്. ഇസ്രായേൽ ജനം ദൈവത്തെ മറന്നു, സ്വർണ്ണക്കാളക്കുട്ടിയെ ആരാധിക്കുന്നു. ദൈവമാകട്ടെ തൻ്റെ പ്രിയജനത്തെ ശപിക്കാനും തീരുമാനിച്ചു. മോശ എന്ത് ചെയ്തെന്ന് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം പറയും. തളർന്ന ആശ നഷ്ടപ്പെട്ട മോശ വീണ്ടും കർത്താവിന് മലയിലേക്ക് കയറിയിട്ട് ദൈവത്തോടായിട്ട് ഇങ്ങനെ പറയുന്നു, ഞാൻ തളർന്നു അശക്തനായി, നിന്റെ തേജസ് വെളിപ്പെടുത്തി എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന്.
ആത്മാർത്ഥമായ പ്രാർത്ഥന കേട്ട് ദൈവം അവൻ്റെ ദർശനം കൊടുത്തു. പിന്നെ മോശ താഴേക്ക് ഇറങ്ങി വന്നു. പ്രാർത്ഥനയുടെ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം സൂര്യൻ്റെ തേജസ് പോലെ ശോഭിച്ചുവെന്ന വചനം പറയുന്നത്. അത് കണ്ടപ്പോഴാണ് ദൈവത്തെ മറന്ന ഇസ്രായേൽ ജനം പിന്നെ മോശ അനുസരിക്കാൻ ആരംഭിച്ചത്. അവൻ്റെ മുഖം പറഞ്ഞു ദൈവത്തെ കണ്ടിറങ്ങിയവനാണെന്ന്. പിന്നെ അവർ അനുദപിച്ചു, നന്മയിലേക്ക് തിരിച്ചു വന്നു, വാഗ്ദത്ത ഭൂമിയിൽ എത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദിനം പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് നമ്മളെങ്കിൽ മുഖം പ്രശോഭിച്ചില്ല എങ്കിലും നമ്മുടെ ജീവിതം പ്രശോഭിക്കും. വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ദൈവത്തിനൊരു തേജസ് ഉണ്ടാകും. നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കാനും തീരുമാന വ്യക്തതയുണ്ടാകാനും അത് കാരണവുമാകും. ലോകം മോശമാണ്, ഒരാത്മീയുദ്ധം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വേണ്ടത് പ്രാർത്ഥന കൂട്ടായ്മയാണ്, തീഷ്ണമായ പ്രാർത്ഥനകളാണ്. അത് നഷ്ടപ്പെട്ടാൽ കുടുംബം തകരും. കുടുംബത്തിൻ്റെ സമാധാനം പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഓർക്കുകയാണ്, ഒരമ്മ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ നടുവിലാണ്. ജീവിത പങ്കാളി മുഴുകുടിയന, മൂത്ത മകന് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഈ വിഷമസന്ധ്യയിൽ കടം പോലും വീട്ടാൻ കഴിയുന്നില്ല. വല്ലാതെ വിഷമിച്ച് 19 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണെന്ന് ഓർക്കണം. ഞങ്ങളുടെ ആശ്രമ ദേവാലയത്തിലേക്ക് വന്നു. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ അമ്മയുടെ അടുത്തേക്ക് ഒരു വൃദ്ധനായ വൈദികൻ കടന്നു വന്നിട്ട് ചോദിച്ചു, അമ്മ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? കരഞ്ഞ് വ്യാകുല മാതാവിനെ പോലെ ആയല്ലോ. അമ്മ കുടുംബത്തിൽ എല്ലാ പ്രയാസവും പങ്കുവെച്ചു. അപ്പോൾ ആ സന്യാസി വൈദികൻ പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്ക്, പ്രാർത്ഥനയിലൂടെ മാത്രമാണ് കുടുംബം നന്നാകും. ഈ വൈദികൻ പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി അമ്മ അനുസരിച്ചു. 90 നടന്ന ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത തീഷ്ണതയായി പ്രാർത്ഥിക്കാൻ. വീട്ടിൽ കിട്ടുന്ന സമയം മുഴുവൻ അമ്മ പ്രാർത്ഥിക്കുക, വചനം വായിക്കുക. ഇത് കണ്ടിട്ട് മക്കൾ കളിയാക്കി. ജീവിത പങ്കാളി വളരെ മോശപ്പെട്ട വാക്ക് പോലും പറഞ്ഞു. പക്ഷേ പ്രാർത്ഥനയിലൂടെ ആ കുടുംബം നവീകരിക്കപ്പെട്ടു എന്നതാണ് സത്യം. ആ മകൻ വളരെ മോശപ്പെട്ടൊരു രോഗമായിരുന്നു അവനുണ്ടായിരുന്നത്. പക്ഷേ പതിയത് മാറി, അവന് സൗഖ്യം കിട്ടി. അവന് ഉത്തരവാദിത്വ ബോധമുള്ളവനായി ഓട്ടോറിക്ഷ ഓടിച്ചു കുടുംബം പുലർത്തി. ഒടുകുടിയനായിരുന്ന ജീവിത പങ്കാളിക്ക് പോലും മാനസാന്തരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാലൊരു മുറിവുണ്ടായിരുന്നു. എന്ന് റമ്മ കുടിക്കുന്നത് കൊണ്ട് ആ മുറിവ് ഉണങ്ങിയില്ല. കൂടി അവസാനം കാലിൽ എല്ല് പോലും കാണത്തക്ക വിധത്തിൽ ആഴപ്പെട്ട വ്രണമായിട്ട് മാറി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ ആരംഭിച്ചു. ആ മുറിവിൽ നിന്ന് വരുന്ന ദുർഗന്ധം മൂലം അടുത്തുകൂടി പോലും ആർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഡോക്ടർ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ കാലം മുറിച്ച് കളയണം, അല്ലെങ്കിൽ തുടയുന്നത് മാംസമെടുത്ത് റീഫില്ല് ചെയ്യണം. ഓപ്പറേഷൻ ഒരുപാട് കാശാകും. കടക്കണിയിൽ ജീവിക്കുന്ന അനുദിന ജീവിതത്തിന് പോലും വകയില്ലാത്ത കുടുംബത്തിന് എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്താനാകുക? ഈ അമ്മ ജീവിത പങ്കാളിയുടെ അടുത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു, ബൈബിൾ തുറന്നു വെച്ചുകൊണ്ട്. അന്ന് ആദ്യമായി ജീവിത പങ്കാളി കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു, ഒരു പ്രാർത്ഥന കൂട്ടായ്മ ആരംഭിച്ചു. പിന്നെ അത്ഭുതമാണ് സംഭവിച്ചത്. ആ മുറിയിലേക്ക് അവരറിയുന്ന അറിയാത്ത ഒരുപാട് പേർ കടന്നു വന്നു. വൈദികർ, സിസ്റ്റേഴ്സ്, മിത്രമിത്രാദികൾ, പ്രിയപ്പെട്ടവരൊക്കെ ഒരു വാക്ക് പോലും പറയാതെ അവർ നിർലോഭം സാമ്പത്തിക സഹായം ചെയ്തു. ഒടുവിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ബാക്കി കാശുണ്ടായിരുന്നു. ഈ അനുഭവത്തിന് ശേഷം ഈ പിതാവ് ഒരിക്കൽ പോലും മദ്യം കുടിച്ചിട്ടില്ല. ഞാൻ 5-6 വർഷങ്ങളായിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇയാളാണ്. ഒരമ്മയുടെ പ്രാർത്ഥന കുടുംബത്തെ നവീകരിച്ചു. സഭയിലാകട്ടെ കുടുംബത്തിലാകട്ടെ പ്രാർത്ഥനയുടെ കരുത്ത് അത്യാവശ്യമാണ്. കാരണം ഒരാത്മീയ യുദ്ധത്തിലാണ് നമ്മൾ. അതിനെ നേരിടാൻ നമുക്കുള്ള ആയുധം ആ പ്രാർത്ഥന. അല്ലെങ്കിൽ ലോകം നമ്മളെ കീഴടക്കുക തന്നെ ചെയ്യും. ഓർമ്മയില്ലേ യോനാ പ്രവാചകൻ? അവൻ നിനവയിലേക്ക് പോകേണ്ടതിന് പകരം താസൂസിലേക്ക് കപ്പൽ കയറിയപ്പോഴും ആ കപ്പൽ നടുക്കടയിൽ തിരമാലകൾ ആഞ്ഞടിച്ച് മുങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നപ്പോഴും എല്ലാവരും പ്രാർത്ഥിച്ചു. യോനാ പ്രവാചകനാകട്ടെ ഉറക്കത്തിലായിരുന്നു. അവരെ വിളിച്ചുണർത്തിയിട്ട് കപ്പിത്താൻ പറഞ്ഞതെന്താ? നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടട്ടെ. സത്യം ഈ ഒരവസ്ഥയിലാണ് എന്ന് സഭയും കുടുംബങ്ങളുമൊക്കെ.
ലോകത്തിൻ്റെ പ്രലോഭനങ്ങളുടെ തിരമാല ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുക. ഉണർവോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സത്യത്തിൽ ഈ ലോകത്തിൽ നിന്ന് സഭയെ രക്ഷിക്കാനായിട്ട് എൻ്റെ പ്രസംഗത്തിനോ വലിയ പ്രഭാഷണങ്ങൾക്കോ ധ്യാനത്തിനോ സെമിനാറിനൊന്നും പറ്റില്ല. വേണ്ടത് പ്രാർത്ഥനയാണ്. ആ കപ്പിത്താൻ, വിജാതീയനായ കപ്പിത്താൻ പറഞ്ഞതാ, ഉണർന്ന് പ്രാർത്ഥിക്ക്, കാരണം നമ്മൾ നശിക്കാൻ പോവുകയാണ്. ഓർക്കുക, ചരിത്രത്തിലെ നെപ്പോളിയൻ്റെ ഒരു സംഭവം. ചക്രവർത്തിയ ശത്രുക്കൾക്കെതിരെ അവൻ്റെ പടയാളികൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പകൽ മുഴുവനും യുദ്ധം ചെയ്തും ഒടുവിൽ ക്ഷീണിച്ച് രാത്രിയിൽ അവർ തിരികെ വന്ന് കൂടാരത്തിൽ വിശ്രമിക്കുക. നെപ്പോളിയന് ഉറക്കം വന്നില്ല. എല്ലാം ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവർ ഉറക്കം വയ്ക്കുന്ന കാണാൻ വേണ്ടി വെറുതെ നടക്കാനിറങ്ങിയതാണ്. ഒരു കൂടാരത്തിൽ മാത്രം ഒരു മെഴുകുതിരിയുടെ വെട്ടം. ജാലകം തുറന്ന് നോക്കിയപ്പോൾ ഒരു ഭടൻ കത്തിച്ച് വെച്ച ആ മെഴുകുതിരിയുടെ മുമ്പിൽ ക്രൂശ് രൂപത്തിൻ്റെ നടയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നെപ്പോളിയൻ ആദ്യം അല്പം ദേഷ്യം വന്നു. കാരണം രാത്രി വിശ്രമിക്കേണ്ട സമയമാണ്, പകൽ യുദ്ധം ചെയ്യേണ്ടവനാണവൻ. ഇങ്ങനെ ഉറക്കം വിളിച്ചിരുന്ന് പ്രാർത്ഥിച്ച നാളെ അവൻ ഒരുപക്ഷെ ഉറങ്ങിപ്പോയി മരണപ്പെട്ടാലും അവൻ ഉറങ്ങാൻ പറയാൻ വേണ്ടി ആദ്യം തുറന്നതാണ് നെപ്പോളിയൻ. പിന്നെ ചിന്തിച്ചു, പ്രാർത്ഥനയല്ലേ, നല്ലതല്ലേ, നടന്നു കൊള്ളട്ടെ. നെപ്പോളിയൻ തിരികെ പോന്നു. പിറ്റേന്ന് യുദ്ധം ആരംഭിച്ചു. പടയാളികൾ ശത്രുക്കൾക്കെതിരെ ആഞ്ഞടിച്ചു. എന്നാൽ ഈ ഭടൻ ഒരു സിംഹത്തെ പോലെയാ, എവിടുന്നോ കിട്ടിയൊരു ശക്തിയുടെ തീവ്രതയിൽ ശത്രു സൈന്യത്തിനെതിരെ ആഞ്ഞടിച്ച് അവരെ കൊന്നൊടുക്കി മുന്നോട്ട് പോകുന്നു. എവിടുന്നോ കിട്ടിയൊരു കരുത്ത്. ഇപ്പോൾ ഇതിന് മനസ്സിലായി, ഇവൻ്റെ കരുത്ത് ഇവൻ്റെ പ്രാർത്ഥനയാണെന്ന്. അന്ന് യുദ്ധം അവസാനിച്ച് ഭടന്മാരെ ഒന്നിച്ച് വിളിച്ചിട്ട് ആ ഭടനെ അടുത്ത് വിളിച്ചിട്ട് നെപ്പോളിയൻ പറഞ്ഞു, നീ ഇനി മുതൽ എൻ്റെ സൈന്യത്തിൻ്റെ ജനറലായിരിക്കും. കാരണം നിനക്ക് കിട്ടിയ പോരാട്ട വീര്യത്തിൻ്റെ കരുത്ത് എവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്നലെ രാത്രി നീ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. നിൻ്റെ പ്രാർത്ഥനയാണ്. ആ ഭടൻ്റെ പേര് കൊളോണിയ ഡൊണോട്സ് എന്ന നെപ്പോളിയൻ്റെ ജനറൽ. അവനിലൂടെയാണ് നെപ്പോളിയൻ ലോകത്തിൻ്റെ അതിർത്തികളൊക്കെ കീഴടക്കിയതെന്ന് ചരിത്രം പറയുന്നത്. ഇത് ഭാഗ്യമായൊരു യുദ്ധമാണ്. പക്ഷേ ആത്മീയമായ യുദ്ധവും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുക. പാപത്തിനെതിരെ നന്മ കൊണ്ട് നാം യുദ്ധം ചെയ്യണമെങ്കിൽ നമുക്കും വേണം ഒരു ഊർജം. അത് മറ്റൊന്നുമല്ല, പ്രാർത്ഥന തന്നെയാണ്. ഇസ്രായേൽ ജനം ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ മോശ എന്ത് ചെയ്തുവെന്ന് പഴയ നിയമം പറയുന്നില്ലേ? കരങ്ങൾ വിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. കരങ്ങൾ തളർന്നപ്പോഴും അവൻ്റെ പ്രാർത്ഥന നിലച്ചപ്പോഴും ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. വീണ്ടും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ വിജയിച്ച് മുന്നോട്ട് പോയി. അതെ, നമ്മുടെ കുടുംബത്തെ, തിരുസഭയെ, വിശ്വാസ സമൂഹത്തെ ഈ ലോകത്തിൻ്റെ പ്രലോഭന യുദ്ധത്തിൽ നിന്നും വിജയിപ്പിക്കാൻ, മുന്നോട്ട് വരാൻ നമുക്ക് വേണ്ടതൊരു കൂട്ടായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കൂട്ടായ്മയിൽ ദൈവാത്മാവിൻ്റെ നിറവ് വരണം. ആത്മീയമായി നാം ശക്തരാകണം. അനുദിനം പ്രാർത്ഥിക്കുന്നവരാകണം. പ്രാർത്ഥന തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. സത്യത്തിൽ ദൈവവുമായിട്ട് അഭേദമായി ബന്ധമുണ്ടെങ്കിൽ പ്രാർത്ഥന ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിട്ട് മാറും. ചായ കുടിക്കാൻ വെറും 5 മിനിറ്റ് മതി. എന്നാൽ സ്നേഹിക്കുന്നൊരു പ്രണയിയോടൊപ്പം ചായ കുടിക്കുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാലും ചായ തീരില്ല. ആ പ്രണയത്തിൻ്റെ ദൈർഘ്യമാണ് ചായയുടെ ദൈർഘ്യം. ഇതുപോലെ തന്നെ ദൈവവുമായിട്ട് അഭേദമായ സ്നേഹം നമുക്കില്ല എങ്കിൽ 5 മിനിറ്റ് കൂടെ നമുക്ക് ബോറടിക്കും. പ്രാർത്ഥന അഭേദ്യമായൊരു സ്നേഹമുണ്ടെങ്കിൽ പ്രാർത്ഥന നീണ്ടു പോകും. ഒരിക്കലും നമുക്ക് തളർച്ച വരില്ല, മറ്റ് വിചാരങ്ങൾ വരില്ല. അതെ, ഒരാൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുമ്പോൾ അയാളുടെ ഓർമ്മയിൽ എപ്പോഴും ആ പെൺകുട്ടി ഉണ്ടാകും. വണ്ടി ഓടിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഉറങ്ങുമ്പോൾ പോലും സ്വപ്നത്തിൽ അവൾ കടന്നു വരും. ദൈവവുമായിട്ട് ഇതുപോലൊരു പ്രണയബന്ധം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകും. പ്രാർത്ഥന എന്നത് നമ്മുടെ ഓർമ്മയിൽ ദൈവം സജീവമാകുന്നതാണ്. നാവുകൾ കൊണ്ട് പറയുന്ന കുറച്ച് ആവർത്തന വിരസമായ വാക്കുകളൊന്നുമല്ല പ്രാർത്ഥന. നമ്മുടെ നിറവിൽ, നമ്മുടെ ഓർമ്മയിൽ ദൈവം നിറയണം. അതാണ് യഥാർത്ഥ വ്യക്തിപരമായ പ്രാർത്ഥന. തീർച്ചയായിട്ടും അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. നമ്മുടെ പ്രവർത്തനങ്ങൾ അവൻ്റെ ശക്തി നിർഗളിക്കും. ഏറ്റവും കൂടുതൽ ഫലദായകമായ ആത്മീയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ടാണ് പ്രാർത്ഥന ഏറ്റവും അനിവാര്യമായ കാലമാണെന്ന് ഞാൻ പറയുന്നത്.
നോക്കുക. ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ, എവിടെയോ എന്തിൻ്റെയോ കുറവുണ്ട്. ഒന്ന് മാത്രം, പ്രാർത്ഥനയുടെ കുറവ്. അതുകൊണ്ട് തീഷ്ണതയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ മലയിൽ ക്രിസ്തു പറഞ്ഞ വാക്ക് നമുക്കൊരു പ്രമാണമാക്കാം. ഉണർവോടെ പ്രാർത്ഥിക്കുവിൻ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ. തീർച്ചയായും മറ്റുള്ളവരെ പോലെ നമുക്ക് ആയുധമെടുത്ത് യുദ്ധം ചെയ്യാനാകില്ല. നിശബ്ദരാകാൻ പറയുമ്പോൾ നമുക്ക് നിശബ്ദരാകാനും പറ്റില്ല. കാരണം നാം കേട്ട, കണ്ട, അനുഭവിച്ച ക്രിസ്തുവിനെയാണ് നാം വചനം പ്രഘോഷിക്കേണ്ടത്. അതിന് ആത്മീയമായ ഊർജം കിട്ടാൻ പ്രാർത്ഥനയുടെ മലയിൽ നമുക്കും സന്നിഹിതരാകാം. ദൈവത്തിൻ്റെ പ്രഭ നമ്മുടെ ജീവിതത്തെ ജ്വലിപ്പിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.